നമസ്കാരം. ഞാൻ ആനക്കര പന്നിയൂരാണ്, പന്നിയൂർ അമ്പലത്തിൻ്റെ. പൊങ്കാല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ മഹോത്സവം നമ്മുടെ ഒരു പൊൻകാലമായിട്ടുള്ള ആഘോഷിക്കുന്നു. ചേച്ചി ഇവിടെ ആദ്യമായിട്ട് വരികയാണോ, പൊങ്കാല ഇടാനായിട്ട് വരികയാണോ, അതോ മുമ്പ് വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ? എങ്ങനെയൊക്കെയാണ്? ഞാനിവിടെ മുന്നേ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നവനീതത്തിൻ്റെ ദേവി മഹാത്മ്യമായ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ കുറ്റിപ്പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ 2025 ജനുവരി 10 തൃക്കാർത്തിക ദിനത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ദേവീപാദങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. തെളിഞ്ഞ മനസ്സോടെയും ഭക്തിയോടെയും സമർപ്പിക്കേണ്ട വഴിപാടാണിത്. ഇഷ്ടവരദായിനിയായ ദേവിക്ക് ഭക്തജനങ്ങൾ നേരിട്ട് സമർപ്പിക്കുന്ന വഴിപാടാണ്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ഭഗവതിക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ബാഹ്യശുദ്ധിയോടൊപ്പം ആന്തരിക ശുദ്ധിയും പ്രധാനമാണ്. പൊങ്കാലയ്ക്ക് പുതിയ മൺകലവും ഉണങ്ങലരി, ശർക്കര, നെയ്യ്, നാളികേരം എന്നിവയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അംശങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പ്രതീകാത്മകമായ ഒന്നാണ്. പൊങ്കാല സമർപ്പണത്തിൽ മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ്. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചുമറിയുന്നു. മനസ്സ് നിഷ്കളങ്കമാവുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമായ മനുഷ്യ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദി ദുഷ്ടശക്തികളാൽ മറച്ചുവെച്ചിരിക്കുന്നു. ഇവ തിളച്ചുമറിഞ്ഞ് ആവിയാക്കി അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. പുതിയ മൺകലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. മൺകലം ശരീരമായി സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിന്റെ പായസമായി മാറുന്നു എന്നാണ്. ദേവീനാമങ്ങൾ ഉരുവിട്ട് മാതാവായ പരാശക്തിയെ പൂജിച്ചുകൊണ്ടാണ് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത്. ജീവിതമാകുന്ന മൺകലത്തിൽ ദുഃഖമാകുന്ന തീച്ചൂടിൽ അഹമാകുന്ന അരി തിളച്ചു തൂകി ഭക്തിയാകുന്ന മനസ്സ് നൈവേദ്യമായി ദേവിക്ക് സമർപ്പിക്കുന്നു. വൈകുണ്ഠ ഏകാദശി സുദിനത്തിൽ പൊങ്കാല നിവേദ്യം സമർപ്പിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു. ദേവി ശരണം, അമൃതേശ്വരി ശരണം. പൊങ്കാലയുടെ പുണ്യത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു കഴിഞ്ഞു. ശരീരവും മനസ്സും അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും എത്രയോ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ശരണങ്ങളിലൂടെ ശരണഗീതങ്ങളിലൂടെ കടന്നു വന്ന് അവരെല്ലാം പ്രാർത്ഥന പൂർണ്ണമാകണേ എന്ന സങ്കല്പത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിന്റെ അനുഭവത്തിന്റെ ഒരു പെരുമഴ കാലം തന്നെയാണ് ഓരോ പൊങ്കാലകളും ഓരോ ഭക്തരും സമർപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പുണ്യമുണ്ട്. ഒന്ന് ഭഗവാന്റെ
സ്വർഗാരോഹണത്തിന്റെ ഏകാദശിയാണ്. ശ്രീ വൈകുണ്ഠം ഒന്നിച്ചു നിൽക്കുന്ന ഒരു പുണ്യ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുണ്ഠിതമില്ലാത്ത മനസ്സാണ് വൈകുണ്ഠം. ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ നമ്മളെ ഉയർത്തുന്നു. അതാണ് വൈകുണ്ഠം. വിജയേട്ടാ സ്ഥലം ഇഷ്ടംപോലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്തേക്ക് അസൗകര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുമ്പോൾ അവരുടെ ശരീരനഹ പെൺജാല സമർപ്പിക്കാനായി വന്നുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് ഗ്രൗണ്ടിന്റെ വടക്കേ ഭാഗത്ത് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചുറ്റുമായി ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്തേക്ക് വരണമെന്ന് പ്രത്യേകം അറിയിക്കുമ്പോൾ അവരുടെ ശരീരനഹ Shri
നമസ്കാരം. ചേട്ടൻ്റെ സ്ഥലം എവിടെയാ? ഞാൻ ആനക്കര പന്നിയൂരാണ്, പന്നിയൂർ അമ്പലത്തിൻ്റെ. അവിടെ പൊങ്കാല സമർപ്പിക്കാൻ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരലുണ്ട്. 2-3 ഇപ്പോൾ അറിഞ്ഞു വിട്ടിട്ട് ഞാൻ വരലുണ്ട്. ഞാൻ ഇവിടെ വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യലുണ്ട്. നമ്മുടെ ഇവിടെ സജിത്ത് കുമാർ. നിങ്ങളുടെ കുറേ പേരുണ്ടോ? കുറേ പേരുണ്ട്. അമ്മയും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സുദിനത്തിലെ വൈകുണ്ഠ ഏകാദശി അതെ വൈകുണ്ഠ ഇവിടെ എല്ലാ കൊല്ലം ഇത്രയൊക്കെ ആൾക്കാർ പങ്കെടുക്കാറുണ്ടോ? കുറേ പേര് പങ്കെടുക്കലുണ്ട്. ഇപ്പൊ ഇത് കവിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ആയിട്ട് ചെയ്യും. ഇപ്പൊ എന്താ വെച്ചാൽ ദേവി സങ്കല്പം ആയിട്ടാണ് നമ്മൾ പൊങ്കാല ഒരേ നേർന്നിട്ട് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവാതെ ഒരേ എന്താ നമ്മൾ വിചാരിക്കാൻ സങ്കല്പം വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് നടക്കലുണ്ട് എന്നാണ് പറയല്. ഇതിപ്പോ എത്ര കൊല്ലമായി ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ചു കാലമായി. 5-6 വർഷമായിട്ട്. 8-10 കൊല്ലൊക്കെ ഉണ്ടാവും. ആ തുടക്കം മുതൽക്കുണ്ടോ? തുടക്കം മുതൽക്കില്ല. ഞാൻ ഒരു 3 വർഷമായിട്ട് 4 വർഷമായിട്ടായിട്ട്. ശരി ശരി. പിന്നെ ഇന്ന് ഏകാദശി വ്രതമെടുത്തവര് പൊങ്കാല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ മഹോത്സവം നമ്മുടെ ഒരു പൊൻകാലമായിട്ടുള്ള ആഘോഷിക്കുന്നതാണ്. അമ്മയുടെ ഈ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയിട്ട് നടക്കുന്ന ഇതിൽ ഭക്തജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടും വളരെ ഭക്തജനങ്ങളുടെ പുരോഗതിക്കും അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പൊങ്കാല ആഘോഷിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ അവസരത്തിൽ ഇതിലൂടെ ചെലവഴിക്കുന്നത്. ഒരു മഹാ ഉത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇതിന് എല്ലാവിധ വൈകുണ്ഠ ഏകാദശി ഇന്നത്തെ ദിവസം തന്നെ അതിനായി വന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കണക്കിട്ടത്. എത്ര കൊല്ലമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഞാൻ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. കാരണം 86 ഞാൻ അമ്മേനെ കണ്ടതാണ്. ഞാൻ ബോംബെയിലായിരുന്നു. അന്ന് മുതൽ ബോംബെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് 1.5 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ കുറ്റിപ്പാല ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എല്ലാ കാര്യങ്ങളിലും. വളരെ സന്തോഷം. ചേച്ചി ഇവിടെ ആദ്യമായിട്ട് വരികയാണോ? പൊങ്കാലിടാനായിട്ട് വരികയാണോ അതോ മുമ്പ് വന്നിട്ടുണ്ടോ? ഈ ആശ്രമത്തിൽ എങ്ങനെയൊക്കെയാണ്? ഞാനിവിടെ മുന്നേ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നവനീതത്തിൻ്റെ ദേവി മഹാത്മ്യ പാരായണത്തിന് അതിവിടെ സുമംഗലത്തേക്ക് ക്ഷണിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നത്. നവനീതത്തിലുള്ളവരൊക്കെ വന്നു കണ്ട് ഒരുപാട് ഇഷ്ടമായി. അതിലൊക്കെ പങ്കെടുത്തു. ഭഗവാനെ പൂജിക്കാനുള്ളൊരു അവസാനം ഉണ്ടായി. അപ്പോൾ അതിലൊരുപാട് സന്തോഷം ദേവി മഹാത്മ്യം വായിച്ചു. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ പൊങ്കാലുണ്ട്. ഇവിടെ പൊങ്കാലം ആദ്യമായിട്ടാണ് പൊങ്കാലിടാൻ വരുന്നത്. അതെ. അതിലങ്ങോട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ഞങ്ങൾ ചേച്ചി പിന്നെ പ്രിയൊക്കെ ഞങ്ങളൊക്കെ കൂടി വന്നിട്ട് ഒരുപാട് സന്തോഷം. ഇനി അടുത്ത വർഷം വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.